ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ജ്യൂസാണ്, ഒരു ഹെൽത്തി ജ്യൂസാണ്. ഇതിന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വീട്ടിലുള്ള കുറച്ച് ചേരുവകളുണ്ട്, നമുക്ക് പെട്ടെന്ന് ഒരു അടിപൊളി ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോണേയും ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു കുക്കുംബറാണ്. നമ്മൾ സാലഡിനൊക്കെ യൂസ് ചെയ്യുന്ന കുക്കുംബറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വൃത്തിയായി കഴുകി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി വേണ്ടത് നമുക്കൊരു ചെറുനാരങ്ങയാണ്. അതിൻ്റെ പകുതി മതിയാവും. അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രം മതി നമുക്ക് എടുക്കാൻ. പകുതി നാരങ്ങയുടെ ജ്യൂസും. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. ഇനി വേണ്ടത് നറുനീണ്ടി സർബത്താണ്. അതിൻ്റെ ഷുഗർ സിറപ്പാണ്. ഇത് കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും, നറുനീണ്ടി സർബത്ത്. നമുക്കിനി ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ജ്യൂസ് മെഷീനിലേക്ക് അരിഞ്ഞു വെച്ച കുക്കുംബർ ഇട്ട് കൊടുക്കാം. നല്ല തണുത്ത വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ പിഴിഞ്ഞെടുത്ത ആ പകുതി നാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ നറുനീണ്ടി സിറബത്ത്, അത് ആ സിറപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചിയുടെ കഷ്ണവും കൂടി ഇതിലേക്ക് ഇടാം. ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ജ്യൂസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കുക്കുംബർ ജ്യൂസ് ഇവിടെ റെഡിയാവുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാം. ഇതാണ് കസ്കസ്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്താൽ ഈ ജ്യൂസ് കുറച്ചുകൂടി നന്നാവും. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ കസ്കസ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുക്കുംബർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വീട്ടിലുള്ള ചെറിയ ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ചൂടിൽ എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാലും എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്ത് പറയുകയും വേണം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വേറെയും ജ്യൂസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ജ്യൂസിൻ്റെ റെസിപ്പി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം റെസിപ്പീസ് വേൾഡ്. താങ്ക് യു.